നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളെ പരിചയപ്പെടാം. പത്രത്തിന്റെ പ്രധാന വാർത്തകളിലൂടെ കണ്ണോടിക്കുമ്പോൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വാർത്ത അതീവ പ്രാധാന്യത്തോടു കൂടി തന്നെ എല്ലാ പത്രങ്ങളും നൽകിയതായി കാണാൻ സാധിക്കും. കൃത്യമായി തന്നെ ഒരു വ്യത്യസ്തമായി നൽകിയിട്ടുള്ള ചിത്രങ്ങളിലാണെങ്കിലും തലക്കെട്ടിലാണെങ്കിലും തീർത്തും വ്യത്യസ്തത കൊണ്ടുവരാൻ എല്ലാ പത്രങ്ങളും ശ്രമിച്ചതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറെ പ്രാധാന്യം നേടിയ അല്ലെങ്കിൽ ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ച മറ്റു വാർത്തയാണ് നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചാ വിവാദവുമായി ബന്ധപ്പെട്ട വാർത്ത. ചില പത്രങ്ങളിലെല്ലാം തന്നെ കീം എഞ്ചിനീയറിംഗ് എക്സാമിനേഷന്റെ ഫലവുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. എന്നാണെങ്കിലും പത്രങ്ങളിലേക്ക് പോകുമ്പോൾ ആദ്യം മാതൃഭൂമിയാണ്. മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചിരിക്കുന്നത് വിഴിഞ്ഞത്ത് കപ്പലെടുത്തു എന്ന വാർത്ത തന്നെയാണ്. അതിൻ്റെ ഒരു തലക്കെട്ടിൽ തന്നെ വളരെ വ്യത്യസ്തത കൊണ്ടുവരാൻ മാതൃഭൂമിക്ക് സാധിച്ചിട്ടുണ്ട്. കേരളമുഖം എന്നാണ് മാതൃഭൂമി ആ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് നൽകിയിട്ടുള്ള തലക്കെട്ട് എന്ന് പറയുന്നത്. കേരളമുഖം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചെറിയ വരിയിൽ തന്നെ കൃത്യമായി തന്നെ 8ാം നൂറ്റാണ്ട് മുതൽ തുറമുഖ നഗരമായിരുന്നു വിഴിഞ്ഞം എന്ന് പറയുന്ന ആ ചെറിയൊരു ചരിത്രം പോലും വിവരിച്ചുകൊണ്ട് വളരെ രസകരമായ രീതിയിൽ തന്നെ വിഴിഞ്ഞത്തിനെ വാർത്ത അല്ലെങ്കിൽ ആ വിഴിഞ്ഞത്തിലേക്ക് കടന്നു വരാൻ മാതൃഭൂമിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയാണ്, 1ാം പേജിൽ തന്നെ ഇടം പിടിച്ച മറ്റൊരു വാർത്തയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ കീം എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടൊരു വാർത്ത. അത് ദേവാനന്ദിന് 1ാം റാങ്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമി ആ വാർത്ത നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയെ ഇടം പിടിച്ചിരിക്കുന്നത് നീറ്റ് ചോദ്യക്കടലാസ് ചോർന്നില്ലെന്ന് CBIയുടെ റിപ്പോർട്ട് വന്നതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മറ്റൊന്ന് ക്രെഡിറ്റ് കാർഡിന് സമാനമായി UPIയിൽ ക്രെഡിറ്റ് ലൈൻ എന്ന ഒരു വാർത്ത കൂടി മാതൃഭൂമി നൽകിയിട്ടുണ്ട്. എന്ന് തന്നെയാണെങ്കിലും മാതൃഭൂമിയുടെ ഒരു ഫ്രണ്ട് പേജിൽ തന്നെ കൃത്യമായി തന്നെ എല്ലാ വാർത്തകളും അതീവ പ്രാധാന്യമുള്ള എല്ലാ വാർത്തകളും ഉൾക്കൊള്ളിക്കാനായിട്ട് മാതൃഭൂമി ശ്രമിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതേസമയം തന്നെ ഉൾപേജിലേക്ക് വരികയാണെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചരിത്രം കൃത്യമായി തന്നെ ഗ്രാഫ് അടിസ്ഥാനത്തിൽ അടയാളപ്പെടുത്താനായിട്ട് മാതൃഭൂമി ശ്രദ്ധിച്ചിട്ടുണ്ട്. കൃത്യമായ രീതി ഒരുപാട് ഗ്രാഫിക്സുകളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ട് കൃത്യമായി തന്നെ വിഴിഞ്ഞത്തിന്റെ ഒരു ചരിത്രം മാതൃഭൂമി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കൂടാതെ തന്നെ വലിയൊരു സാധ്യത എന്താണ് ഇനി വിഴിഞ്ഞം തുറമുഖത്തുണ്ടാക്കാൻ പോകുന്ന സാധ്യത എന്നെല്ലാം തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എല്ലാം ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനോട് കൂടി തന്നെ മാതൃഭൂമി അത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി മറ്റു വാർത്തകളിലേക്ക് കണ്ണോടിക്കുകയാണെങ്കിൽ രോഗാതുരം കേരളം എന്ന് പറയുന്ന കേരളത്തിൽ ഇപ്പോൾ പകർച്ചവ്യാധികളെല്ലാം തന്നെ പടർന്നു പിടിക്കുന്ന വാർത്തകൾ കൂടി അല്പം ജാഗ്രതയോടുകൂടി തന്നെ നൽകാനായിട്ട് മാതൃഭൂമിക്ക് സാധിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ റഷ്യ ചൈന ബന്ധം ആശങ്കാജനകമെന്ന നാറ്റോയുടെ വാർത്ത അല്പം പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ ബൈഡൻ വിയർക്കുന്നു ഇനി നിർണായക നാളുകൾ എന്നുള്ള വാർത്തയും ഉൾക്കൊള്ളിക്കാനായിട്ട് മാതൃഭൂമി ശ്രദ്ധിച്ചിട്ടുണ്ട്. അടുത്തത് മലയാള മനോരമയിലേക്ക് വരികയാണെങ്കിൽ മലയാള മനോരമയും ഫ്രണ്ട് പേജിൽ തന്നെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് നൽകാൻ ശ്രമിച്ചിട്ടുള്ളത്. 2 ഫ്രണ്ട് പേജുകളാണ് മലയാള മനോരമയിൽ വരുന്നത്. അതിന്റെ ആദ്യത്തെ ഫ്രണ്ട് പേജിൽ വിഴിഞ്ഞം തുറമുഖം ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് എത്തി എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ തീരത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വിഴിഞ്ഞം തീരത്തിന്റെ രസകരമായൊരു ചിത്രം കൂടി ഉൾപ്പെടുത്താൻ മനോരമ കൃത്യമായി തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റൊന്ന് മനോരമയുടെ 2ാമത്തെ ഫ്രണ്ട് പേജിലേക്ക് കടന്നു വരികയാണെങ്കിൽ ദിനചിത്രം എന്ന് പറഞ്ഞുകൊണ്ടൊരു മരുഭൂമിയിലെ പൂമഴ എന്ന് പറയുന്ന രസകരമായ ഏറെ സവിശേഷതയുള്ള ഒരു ചിത്രം കൂടി മലയാള മനോരമ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് കുടിശ്ശിക നിവാരണം പണം കണ്ടെത്താൻ പ്ലാൻ ബി പദ്ധതികൾ വെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അദ്ദേഹത്തിന്റെ ചില വാക്കുകളെല്ലാം തന്നെ ഉദ്ധരിക്കുന്ന ചില നീക്കങ്ങൾ ഇനി എന്താണ് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് +2 മാർക്ക് വെട്ടലുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് മനോരമ നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു KSRTCക്ക് ഇനി ഫണ്ടില്ല എന്ന് പറയുന്ന ധനവകുപ്പിന്റെ പ്രഖ്യാപനമായ ഒരു വാർത്ത കൂടി അതീവ പ്രാധാന്യത്തോടു കൂടി തന്നെ ഫ്രണ്ട് പേജിൽ ഉൾപ്പെടുത്താനായിട്ട് മനോരമ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി മനോരമയിലേക്ക് വരികയാണെങ്കിലും നടുപേജിൽ ഉൾപേജിൽ വികസനം കപ്പലോളം എന്ന് പറഞ്ഞുകൊണ്ട് വിഴിഞ്ഞത്തിന്റെ അനന്ത സാധ്യതകളെ പറ്റി പറയുന്ന വാർത്ത ഉൾക്കൊള്ളിക്കാനായിട്ട് മനോരമയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അതിൽ ഒരുപക്ഷെ മാതൃഭൂമിയിൽ അതിന്റെ നാൾവഴികളാണ് എങ്കിൽ ചരക്കു നീക്കം എങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അല്ലെങ്കിൽ ആ അനന്ത സാധ്യതകളെല്ലാം തന്നെ കൃത്യമായി തന്നെ വരച്ചു കാണിക്കുന്ന രീതിയിലാണ് മനോരമയുടെ ഉൾപേജ് വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ആ ഉൾപേജിൽ തന്നെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകൾ കൂടി ഉൾപ്പെടുത്താനായിട്ട് മനോരമ ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. മസ്കിന്റെ ചിപ്പടി വിദ്യയാണെങ്കിലും അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ജുറാസിക് ഭീമൻ എന്ന ഒരു ഫോസിൽ പ്രദർശനമെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മനോരമയുടെ നടുപേജ് അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യൽ ഒരു പേജ് മനോരമ
ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അടുത്തത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലേക്ക് വരികയാണെങ്കിൽ ദേശാഭിമാനിയുടെ തലക്കെട്ട് തന്നെ രസകരമാണ്. ലോകമേ വിഴിഞ്ഞമെന്നാണ് ദേശാഭിമാനി ആ തലക്കെട്ടിലൂടെ പറയുന്നത്. കൃത്യമായി തന്നെ 2 വാക്കുകളിലൂടെ എന്താണ് വിഴിഞ്ഞം പദ്ധതി എന്ന് ദേശാഭിമാനി പറഞ്ഞു വെക്കുന്നുണ്ടെന്നാണ്. അതുപോലെ തന്നെ AI ഹബ്ബാകാൻ കേരളം എന്നുള്ളൊരു വാർത്ത കൂടി ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മറ്റു പത്രങ്ങളിലൊന്നും തന്നെ ഒരു AI വാർത്ത വരുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചില്ല എന്ന് കാണാൻ സാധിക്കും. എന്നാൽ അതേസമയം തന്നെ കേരളത്തിൻ്റെ മറ്റൊരു വലിയൊരു നേട്ടം തന്നെയാണ് AI എന്ന് പറയുന്ന വലിയൊരു സാങ്കേതിക മേഖലയിലേക്കുള്ള ഒരു ചുവടുവെപ്പ് തന്നെയാണ്. ആ വാർത്തയെ അത്ര കണ്ട് തന്നെ പ്രാധാന്യത്തോടെ നൽകാനായിട്ട് ദേശാഭിമാനിക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയെക്കുറിച്ചുള്ള വാർത്തയും നൽകിയിട്ടുണ്ട്. അടുത്തത് ജന്മഭൂമിയിലേക്ക് വരികയാണെങ്കിൽ ജന്മഭൂമിയിലും വിഴിഞ്ഞം പോർട്ട് തന്നെയാണ് ഇടം പിടിച്ചിരിക്കുന്നത്. സാൻ ഫെർണാണ്ടോയ്ക്ക് വാട്ടർ സല്യൂട്ട് എന്നാണ് ജന്മഭൂമി നൽകിയിരിക്കുന്ന തലക്കെട്ട്. ജന്മഭൂമിയിൽ മറ്റ് അധിക ഡെക്കറേഷൻസ് ഒന്നും തന്നെ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് കാണാനില്ല. കൃത്യമായി ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിന് താഴെ സാൻ ഫെർണാണ്ടോയ്ക്ക് വാട്ടർ സല്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി തന്നെ ഇന്ന് വിഴിഞ്ഞത്ത് നടക്കുന്ന ട്രയൽ റണ്ണിനെ പറ്റിയുള്ള വാർത്തകളും അതുപോലെ തന്നെ ഇന്നലെ വിഴിഞ്ഞത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം തന്നെയാണ് ജന്മഭൂമി നൽകിയിരിക്കുന്നത്. അടുത്തത് മാധ്യമമാണ്. മാധ്യമം പത്രത്തിലേക്ക് വരികയാണെങ്കിൽ ചരിത്ര നങ്കൂരം എന്നാണ് മാധ്യമം പത്രം ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് നൽകിയിട്ടുള്ളത്. ആവേശം നിറച്ച ആദ്യ കപ്പൽ എന്ന് കൂടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൃത്യമായി തന്നെ വാർത്തയിലേക്ക് മാത്രമാണ്, മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിട്ടില്ല. പക്ഷേ ആ വാർത്ത കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ചരിത്ര നങ്കൂരം എന്നൊരു തലക്കെട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് മലബാറിൽ 138 താൽക്കാലിക ബാച്ച് എന്ന് പറയുന്ന +1 സീറ്റ് പ്രതിസന്ധിയെ സംബന്ധിക്കുന്ന വാർത്തയുണ്ട്. എഞ്ചിനീയറിംഗ് പ്രവേശനം ദേവാനന്ദിന് 1ാം റാങ്ക് എന്ന് പറയുന്ന കീം എഞ്ചിനീയറിംഗ് എക്സാമിനേഷന്റെ ഫലവുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. അതേസമയം തന്നെ നീറ്റ് ഹർജികൾ 18ലേക്ക് മാറ്റി എന്ന് പറയുന്ന ഒരു വാർത്തയും മാധ്യമത്തിന്റെ നടുപേജിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ദീപിക പത്രം ഇന്ന് വിഴിഞ്ഞത്തെ അല്ലെങ്കിൽ ആ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വാർത്തയെ സമീപിച്ചിരിക്കുന്നത്. ചരിത്രയാനം എന്നാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. വിഴിഞ്ഞത്ത് ആദ്യ മദർഷിപ്പ് എത്തി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആർഭാടങ്ങളൊന്നും തന്നെ ഇല്ലാതെ വാർത്തകളിലേക്ക് അല്ലെങ്കിൽ കൃത്യമായി വാർത്തയിലേക്ക് ആണ് ദീപിക പത്രം ശ്രദ്ധ ചെലുത്തുന്നത് എന്ന് കാണാൻ സാധിക്കും. തീരദേശവാസികൾക്കുള്ള ഉറപ്പ് സർക്കാർ പാലിച്ചില്ല, ട്രയൽ റണ്ണിൽ പങ്കെടുക്കില്ലെന്ന് ശശി തരൂരിന്റെ വാക്കുകൾ ദീപിക നൽകിയിട്ടുണ്ട്. എന്തുതന്നെയാണെങ്കിലും ഇത് വിവാദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രതിപക്ഷ വാക്പോരും മന്ത്രിമാരും തമ്മിലുള്ള ആ ഒരു വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും തമ്മിലുള്ള വാക്പോരും ദീപിക ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ക്ഷണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളെല്ലാം തന്നെ നിൽക്കുമ്പോൾ ആ വാർത്തയാണ് ദീപിക ഫ്രണ്ട് പേജിൽ തന്നെ നൽകാനായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ നീറ്റ് UG ഹർജികൾ 18ലേക്ക് മാറ്റിയെന്ന വാർത്തയും നൽകാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. വരുമാന വർധനയ്ക്കായി സർക്കാർ സേനകളുടെ ഫീസ് കൂട്ടുമെന്നുള്ള വാർത്തയും ദീപിക കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പേജിൽ തന്നെ വാർത്ത ഉൾപ്പെടുത്താനായിട്ട് ദീപിക ശ്രമിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അടുത്തത് കേരള കൗമുദിയാണ്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ ബർത്ത് തൊട്ട് അമ്മക്കപ്പൽ ലോകമേ വിഴിഞ്ഞം എന്നാണ് കൊടുത്തിട്ടുള്ളത്. വ്യത്യസ്തമായൊരു തലക്കെട്ട് ആയിട്ട് നമുക്ക് കേരള കൗമുദിയുടെ തലക്കെട്ടിന് തന്നെ കാണാൻ സാധിക്കും. ബർത്ത് തൊട്ട് അമ്മക്കപ്പൽ ലോകമേ വിഴിഞ്ഞം എന്നാണ്. അതിനുശേഷം എല്ലാം കൃത്യം എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാമാണ് സംഭവിച്ചത്, ഏതെല്ലാം സമയത്താണ് എന്നെല്ലാം സമയക്രമങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ ഉൾപ്പെടുത്താൻ കേരള കൗമുദി ശ്രദ്ധിച്ചിട്ടുണ്ട്. കണ്ടെയ്നറുകൾ ഇറക്കി സർക്കാരിന്റെ സ്വീകരണം ഇന്ന് എന്ന് പറയുന്ന ഒരു സബ് ഹെഡിങ്ങോടുകൂടി മറ്റൊരു വാർത്തയും, അതായത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി കൊടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് മലബാറിൽ +1ന് 138 താൽക്കാലിക ബാച്ച് എന്ന് പറയുന്ന വാർത്ത കേരള കൗമുദി 1ാം പേജിൽ തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അഗ്നിവീറുകൾക്ക് അർദ്ധസൈനിക വിഭാഗങ്ങളിൽ 10% സംവരണം എന്ന വാർത്തയും കേരള കൗമുദി ഫ്രണ്ട് പേജിൽ തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം വരുമാനം കൂട്ടാൻ സേവന ഫീസിൽ വർധന വരുത്തുമെന്ന് പറയുന്ന കഴിഞ്ഞ ദിവസത്തെ സർക്കാരിന്റെ നീക്കമാണ് വാർത്തയായിട്ട് 1ാം പേജിലെ വാർത്തയായിട്ട് കേരള കൗമുദിയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. കേരള കൗമുദിയിലും ഉൾപേജിൽ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട മറ്റ് അനേകം വാർത്തകൾ നൽകാനായിട്ട് കേരള കൗമുദി ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് കാണാം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകളിലൂടെയാണ് നാം കണ്ണോടിച്ചത്.